വെൽക്കം ബാക്ക്. ലാസ്റ്റ് ക്ലാസ്സിൽ ഹോൾസെയിലറുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഹോൾസെയിലേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയി വന്നത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലൊക്കെയാണെന്നാണ്. അത് നമ്മൾ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ബേസിസിലാണ് അവിടെ പറയുന്നത്. മാനുഫാക്ചേഴ്സിന് എന്ത് തരത്തിലുള്ള ബെനിഫിറ്റ് വരുന്നു, റീറ്റെയിലേഴ്സിന്, സൊസൈറ്റിക്ക് ഒക്കെ. അപ്പോൾ ആദ്യം തന്നെ ഹോൾസെയിലർ ഉള്ളത് കൊണ്ട് പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ മാനുഫാക്ചറർക്ക് എന്ത് തരം ബെനിഫിറ്റാണ് വരുന്നത്? അവർക്ക് അവരുടെ പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് മേജറായിട്ട് പറയുന്ന ഒരു കാര്യം. അത് ഏത് രീതിയിലാണ് നമുക്ക് എഫക്റ്റീവ് ആവുന്നത്? ഇപ്പോൾ മാനുഫാക്ചറർ ബൾക്കായിട്ടുള്ള പ്രൊഡക്ഷൻസ് ആണ് നടത്തുന്നത് അല്ലേ? അപ്പോൾ ഈ ബൾക്കായിട്ട് നടത്തുന്ന പ്രൊഡക്ഷൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവിടെ പെൻഡിങ് ആവാതെ അല്ലെങ്കിൽ അവിടെ ഓവർ സ്റ്റോക്ക് ആവാതെ അവരുടെ കയ്യിൽ നിന്ന് അത് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകും എന്ന് ഉറപ്പുള്ള ഒരാളാണ് ആര്? ഹോൾസെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷൻസോ ബേർഡനോ ഒന്നും കൂടാതെ തന്നെ കംപ്ലീറ്റ്ലി ദേ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ദ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു സിറ്റുവേഷൻ ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ഹോൾസെയിലർ ഈസ് ദയർ അവിടെ നമുക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്മോളർ ക്വാണ്ടിറ്റീസിലല്ല ഒരിക്കലും ഹോൾസെയിലർ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹോൾസെയിലറെ സംബന്ധിച്ച് അയാൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ, ലാർജ് സ്കെയിലിൽ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് സ്കെയിലിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് മാനുഫാക്ചററെ സംബന്ധിച്ച് അയാൾക്ക് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയ ഒരു മാർഗ്ഗമാണ്. ആ ഒരു മാർഗം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ഹോൾസെയിലർ ഈസ് ദയർ. മറ്റൊന്ന്, കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷൻസ്, അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ബിഹേവിയേഴ്സ്, ഇതൊക്കെ പ്രോപ്പറായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ആരെ കൊണ്ട് സാധിക്കുന്നു? ഹോൾസെയിലർക്ക് സാധിക്കുന്നു. അത് ഏത് വഴിയാണ് വരുന്നത്? ഈ റീറ്റെയിലറിൽ നിന്നുമാണ് അല്ലേ? അതേപോലെ തന്നെ കളക്ട് ചെയ്യുന്ന അയാളുടെ രീതികളിൽ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഉണ്ടാവും. സോ ഈ ഇൻഫർമേഷനൊക്കെ കറക്റ്റ് ടൈമിൽ അത് മാനുഫാക്ചേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ബ്രിഡ്ജാണ് ആര്? ഹോൾസെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസെയിലറിലൂടെ പലതരത്തിലുള്ള കൺസ്യൂമർ ഇൻഫർമേഷൻസ് ആൻഡ് അബൌട്ട് ദെയർ ബിഹേവിയേഴ്സ്, ദെയർ ഇൻട്രസ്റ്റ്സ് ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഇതൊക്കെ കറക്റ്റായിട്ട് അറിയാനായിട്ടുള്ളൊരു ഗുണം ആർക്ക് കിട്ടുന്നു? നമ്മളുടെ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡിമാൻഡ് കണ്ടീഷൻസ് ഒക്കെ മാറുന്നതിനനുസരിച്ച്, മാർക്കറ്റിൽ ഉള്ള വേരിയേഷൻസ് വരുന്നതിനനുസരിച്ച്, കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് കിട്ടുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂട്ടണോ കുറയ്ക്കണോ അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ട് ആരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാൻ പറ്റും? ഹോൾസെയിലർക്ക് ഈ ഒരു പ്രൊഡ്യൂസറിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാൻ പറ്റുകയും അതിനനുസരിച്ച് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസർക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച് വേസ്റ്റ് ആവുന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ടാവില്ല. വേണ്ടാത്ത ഐറ്റം ആണെങ്കിൽ ആ സമയത്ത് അത് വേണ്ട എന്ന് പറയാനുള്ളൊരു ഇൻഫർമേഷൻ ആർക്ക് കിട്ടും? ഹോൾസെയിലർക്ക് കിട്ടും. ആൻഡ് ദെൻ ഈ പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസിനെ അവിടെ തന്നെ സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു ഹ്യൂജ് ബേർഡനിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത് ആര് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്? ഹോൾസെയിലർ. ബിക്കോസ് അയാളത് പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുമല്ലേ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് എന്ത് ചെയ്യേണ്ടി വരില്ല? ഈ ബൾക്ക് സ്റ്റോർ ചെയ്ത്, ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് അതിൻ്റെ ഹോൾഡിംഗ് കോസ്റ്റും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ ചിലവാകുന്ന സിറ്റുവേഷനിൽ നിന്നും ആര് റിലീസാവും? ഈ ഹോൾസെയിലർ. കാരണം മാനുഫാക്ചറർ റിലീസാവുന്നു. ദെൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അത് ഏത് രീതിയിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബിക്കോസ് ഈ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും ഐറ്റംസിൻ്റെയും ക്യാഷ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ക്രെഡിറ്റ് ബേസിസിൽ കൊടുത്തു കഴിഞ്ഞാൽ മാനുഫാക്ചറർക്ക് നഷ്ടമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഐറ്റംസിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് ഹോൾസെയിലർ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് മാനുഫാക്ചറർക്ക് റെഡി തന്നെ കൊടുക്കുന്നുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദി പ്രൊഡ്യൂസർ. ആൻഡ് നെക്സ്റ്റ് വരുന്ന പാർട്ട്ണർ എന്ന് പറയുന്നത് റീറ്റെയിലറാണ്. റീറ്റെയിലർക്ക് എന്തൊക്കെ തരത്തിലുള്ള സർവീസസ് ആണ് ഒരു ഹോൾസെയിലർ പ്രൊവൈഡ് ചെയ്യുന്നത്? റിലീഫ് ഫ്രം അഗെയിൻ കീപ്പിംഗ് ഹ്യൂജ് സ്റ്റോക്ക് അല്ലേ. കാരണം റീറ്റെയിലർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താ? ഹോൾസെയിലറിൽ നിന്നും സ്മോൾ ക്വാണ്ടിറ്റീസിലാണ് ആര് പർച്ചേസ് ചെയ്യുന്നത്? ഐറ്റംസ് റീറ്റെയിലർ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്നും സെയിലായി പോയി കഴിഞ്ഞാൽ, അത്തരം പർട്ടിക്കുലർ ഐറ്റംസ് സെയിലായി പോയി കഴിഞ്ഞാൽ എഗെയിൻ ഈ ഐറ്റംസ് റീഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഹോൾസെയിലറുടെ കയ്യിൽ ആ ഐറ്റംസ് ഉണ്ടായിരിക്കണം അല്ലേ. അങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസെയിലറുടെ കയ്യിൽ ഈ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഐറ്റംസ് എപ്പോഴും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ദ റീറ്റെയിലർ നീഡ് നോട്ട് ബി കീപ് ദിസ് കൈൻഡ് ഓഫ് ഹ്യൂജ് സ്റ്റോക്ക് ഓഫ് ഐറ്റംസ് ഇൻ ഹിസ് പ്രിമൈസസ്
അല്ലേ? അയാളുടെ കയ്യിൽ അയാൾ ഇത്രയധികം ഐറ്റംസ് എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഓൺലി ബിക്കോസ് ഹോൾസെയിലർ ഈസ് ദർ. ആൻഡ് ദെൻ ഫിനാൻഷ്യൽ ഹെൽപ്പ്. അതിപ്പോൾ ഹോൾസെയിലർ മാനുഫാക്ചറർക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ക്യാഷ് കൊടുക്കുന്നത് പോലെ ഇവിടെ റീറ്റെയിലർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലൈക്ക് ക്രെഡിറ്റ്സ് ഫെസിലിറ്റി പോലെയുള്ള കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? ഹോൾസെയിലർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഹോൾസെയിലറെ സംബന്ധിച്ച് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഐറ്റംസ് ആയതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടം വരില്ല അവിടെ. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ഹെൽപ്പ് കൂടിയാവും, പരസ്പരം ട്രേഡേഴ്സ് തമ്മിലുള്ള ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് കൂടിയാവും. ദെൻ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. ഹോൾസെയിലേഴ്സിനെ സംബന്ധിച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയിലുള്ള ഐറ്റംസ് ആണ് അവർ കയ്യിൽ വെക്കുന്നത്. പക്ഷേ റീറ്റെയിലേഴ്സോ സ്മോളർ ക്വാണ്ടിറ്റിയിലുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസിൽ വരുന്ന കാര്യമായ ഫ്ലക്ച്വേഷൻസ് ഇവരെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ബെനിഫിറ്റ് ആർക്കുണ്ട്? റീറ്റെയിലേഴ്സിനുണ്ട്. ബിക്കോസ് ദെയർ സ്റ്റോക്ക് ഈസ് വെരി ലിമിറ്റഡ്. ദെൻ പ്രൊവിഷൻ ഫോർ ഇൻഫർമേഷൻ എന്നുള്ളത് നമുക്ക് അറിയാം. ഇൻഫർമേഷൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ സപ്ലൈ ചെയിൻ. അപ്പോൾ അത് റീറ്റെയിലേഴ്സിലൂടെ ഹോൾസെയിലേഴ്സിലൂടെ നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് പോകുന്നത് പോലെ തന്നെ തിരിച്ചിങ്ങോട്ടേക്കും സപ്ലയേഴ്സിൽ നിന്നും പ്രൊഡ്യൂസേഴ്സിലേക്കും അവിടെ നിന്ന് ഹോൾസെയിലേഴ്സിലേക്കും റീറ്റെയിലേഴ്സിലേക്കും ഒക്കെ നമുക്ക് എന്ത് വേണം? ഇൻഫർമേഷൻസ് പാസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്നുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഹോൾസെയിലറിലൂടെ റീറ്റെയിലേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഹോൾസെയിലേഴ്സ് ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ പുതിയ ഇൻഫർമേഷൻസ്, IPO ഇൻഫർമേഷൻസ്, ഡിമാൻഡ് ഫോർകാസ്റ്റ് ഇൻഫർമേഷൻസ്, അങ്ങനെ മോഡിഫിക്കേഷൻ ഇൻഫർമേഷൻസ്, പല രീതികളിൽ ഇൻഫർമേഷൻസ് ആവാമല്ലോ. ഈ ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് റീറ്റെയിലർക്ക് കയ്യിലെത്തണം എന്നുണ്ടെങ്കിൽ അത് ഏതിലൂടെയേ പറ്റൂ? ഹോൾസെയിലറിലൂടെയേ പറ്റൂ അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ബെനിഫിറ്റ്സ് അവിടെ വരുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. തീർച്ചയായിട്ടും ഇവർ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. നമുക്ക് ബിസിനസ്സിൽ ലോജിസ്റ്റിക്സിൽ ട്രാൻസ്പോർട്ടേഷൻ ഇന്നവിറ്റബിൾ ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് മേ ബി ഹോൾസെയിലർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വലി അതിൻ്റെ പേയ്മെൻറ്റ് ബെയർ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ രീതിയിൽ. ദെൻ ട്രേഡ് ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ട്രേഡേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ഇവരുടെ ട്രാൻസാക്ഷൻസിലും ഒക്കെ കൊടുക്കുന്ന പ്രൈസ് ബെനഫിറ്റ്സ് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റിലോ മെറ്റീരിയലിലോ അങ്ങനെയുള്ള ട്രേഡ് ഡിസ്കൗണ്ട്സ് ആര് കൊടുക്കുന്നുണ്ടാവും? റീറ്റെയിലർക്ക് ഹോൾസെയിലേഴ്സ് കൊടുക്കുന്നുണ്ടാവും. ദെൻ അതേപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ. ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൽ തന്നെ കണ്ടിന്യൂസ് ഡീൽ ചെയ്യുമ്പോഴുണ്ടാവുന്ന സ്പെഷ്യലൈസേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നതും അവർക്കുണ്ടാവുന്നു എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ഹോൾസെയിലർ എന്താ സൊസൈറ്റിക്ക് ചെയ്യുന്നത്? ഈ ഗുഡ്സ് കറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നതിൽ മേജറായിട്ടുള്ളൊരു റോള് വഹിക്കുന്നത് ആരാ? ഹോൾസെയിലറാണ്. ഹോൾസെയിലറുടെ കയ്യിൽ സ്റ്റോക്ക് ഓഫ് ഐറ്റംസ് ബൾക്ക് ക്വാണ്ടിറ്റീസിലുള്ളത് കൊണ്ടാണ് ആർക്കിത് പർച്ചേസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഔട്ട്ലെറ്റുകളിൽ? റീറ്റെയിലർക്ക് അല്ലേ? അപ്പോൾ ഗുഡ്സ് പ്രോപ്പർ ടൈമിൽ അവൈലബിൾ ആണ് എന്നുള്ളൊരു ബെനിഫിറ്റ്. അതേപോലെ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ റീറ്റെയിലറുടെ കയ്യിൽ സപ്ലൈ കുറവാകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത്തരം ഐറ്റംസിൻ്റെ പ്രൈസ് കൂടാൻ തുടങ്ങും അല്ലേ? അപ്പോൾ നമുക്ക് ഹോൾസെയിലറുടെ കയ്യിൽ ഇനഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഷോർട്ടേജസ് ഒഴിവാക്കിക്കൊണ്ട് പ്രൈസ് കൂടുന്നതിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ കുറഞ്ഞ വിലയ്ക്ക് ഐറ്റംസ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഫൈനൽ സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പ്രൊഡ്യൂസേഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആർക്ക് പാസ് ചെയ്യാൻ പറ്റും? ഹോൾസെയിലേഴ്സിന് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ നമ്മളുടെ സൊസൈറ്റിക്കും നമ്മളുടെ ഹോൾസെയിലേഴ്സ് മറ്റുള്ള മാനുഫാക്ചേഴ്സിനും റീറ്റെയിലേഴ്സിനും ഒക്കെ ബെനിഫിഷ്യൽ ആണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ഈ ഒരു ടെക്സ്റ്റിലെ പോർഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിലെ ലാസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് ആണ്. അപ്പോൾ ഫങ്ഷൻസ് എന്താണ്? ഓരോ റീറ്റെയിലറും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? അപ്പോൾ ആദ്യം തന്നെ റീറ്റെയിലർ എന്ത് ചെയ്യുകയാണ്? ഇനോമസ് വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഫ്രം ഡിഫറെൻറ്റ് ഹോൾസെയിലേഴ്സ് അല്ലേ, അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്? ആഫ്റ്റർ അസസ്സിങ് ദ ഡിമാൻഡ്സ് ഓഫ് ദെയർ കൺസ്യൂമേഴ്സ്. അപ്പോൾ ഡിമാൻഡ് അസസ്മെൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഡിമാൻഡ് എസ്റ്റിമേഷന് ശേഷം ഈ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് പലയിടങ്ങളിൽ നിന്നുള്ള ഹോൾസെയിലേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു
ആൻഡ് ഏറ്റവും ബെസ്റ്റ് മെർച്ചൻഡൈസ് ആയിരിക്കും ഓരോ ഹോൾസെയിലേഴ്സിൽ നിന്നും അവർ കൊണ്ടുവരിക അല്ലേ. ആൻഡ് അണ്ടർ വൺ ഡിപ്പാർട്ട്മെൻറ്റ്, അണ്ടർ വൺ ഷോപ്പ് അവരതെല്ലാം പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ബൈയിങ് ആൻഡ് അസംബ്ലിംഗ് എന്ന് പറയുന്ന 2 പ്രോസസ്സുകൾ ആര് ചെയ്യുന്നുണ്ട്, ഈ ഒരു റീറ്റെയിലർക്ക് ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ, ഈ റെഡി സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് മാർക്ക് വേണം, റീറ്റെയിലർക്ക് വേണം. അപ്പോൾ സ്റ്റോറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നു. ദെൻ സെല്ലിംഗ് എന്ന് പറയുന്നത് അറിയാലോ, സ്മോൾ ക്വാണ്ടിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നമ്മൾ എഫിഷ്യൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മളുടെ സെയിൽസിൻ്റെ ആ ഒരു ഗ്രാഫ് ഉയർത്താൻ വേണ്ടിയുള്ള എല്ലാ എഫേർട്ടുകളും ബിസിനസ്സിൽ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, റീറ്റെയിലറുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ഗ്രേഡിങ് ആൻഡ് പാക്കിംഗ് എന്ന് പറയുന്നത് റീറ്റെയിലർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗുഡ്സിന്, അതായത് മാനുഫാക്ചേഴ്സ് ഗ്രേഡ് ചെയ്യാത്ത, സോർട്ട് ചെയ്യാത്ത കൈൻഡ് ഓഫ് ഐറ്റംസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലൂസായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആരാ ഗ്രേഡ് ചെയ്യുകയും പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, ഈ റീറ്റെയിലേഴ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു റെസ്പോൺസിബിലിറ്റി കൂടി അയാൾക്ക് അഡീഷണലി വരുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ റിസ്ക് ബെയറിങ് എന്ന് പറയുന്നത് അത് എല്ലാ ബിസിനസ്സിലും എല്ലാ പാർട്ട്നേഴ്സിലും ഇൻഹറൻ്റ് ആണ്. സോ ഇവിടെ റീറ്റെയിലർക്ക് ഉണ്ടാകുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് എന്താ, റീറ്റെയിലർ ഓൾവേസ് കീപ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഡിമാൻഡ് അല്ലേ. ഈ ഡിമാൻഡ് ആൻറ്റിസിപ്പേഷനിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ഓരോ ഐറ്റംസും പർച്ചേസ് ചെയ്യുന്നതും അത് കീപ്പ് ചെയ്യുന്നതും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തെഫ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഗുഡ്സ് ലോസ് ബൈ ഫയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ രീതിയിലോ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായാലോ സ്പോയിലേജ് ഉണ്ടായാലോ ഒക്കെ തന്നെ അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി എക്സ്റ്റെൻഡ് വരെ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ലോസൊക്കെ സഫർ ചെയ്യേണ്ടി വരും. മറ്റൊന്ന് ട്രാൻസ്പോർട്ടേഷനാണ്. റിറ്റെയിലേഴ്സ് എപ്പോഴും ഹോൾസെയിലേഴ്സിൽ നിന്ന് ഈ ഐറ്റംസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് എന്താ പറയുന്നത്, അതേപോലെ തന്നെ ഫൈനൽ കൺസ്യൂമേഴ്സിലും അല്ലേ. നമുക്കറിയാം റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് തന്നെയാണ് കൂടുതലും ഒരുപാട് ഹോം ഡെലിവറീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒരു ഫംഗ്ഷനായിട്ട് മാറുന്നു. ദെൻ ഫിനാൻസിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ റീറ്റെയിലേഴ്സും എന്ത് ചെയ്യും, അവരുടെ കൺസ്യൂമേഴ്സിനും എന്ത് ചെയ്യും, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അലൗ ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പല കേസസിലും ഈ ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നതും ആര് പ്രൊവൈഡ് ചെയ്യും, റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒക്കെ റീറ്റെയിലേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക ഫംഗ്ഷനിൽ വരുന്നതാണ്. ദെൻ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ റീറ്റെയിലർക്ക് ഈ പറയുന്ന മെർച്ചൻഡൈസിങ് എന്ന് പറയുന്നത് അല്ലേ, വിഷ്വൽ മെർച്ചൻഡൈസിങ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഫാക്ടറാണ് റീറ്റെയിലറുടെ സെയിൽസ് കൂട്ടുന്നതിൽ. അപ്പോൾ ഓരോ റീറ്റെയിലർ ഷോപ്പുകളിലും എന്തുണ്ടാവും, അവരുടെ പ്രൊഡക്റ്റിനനുസരിച്ചുള്ള ഡിസ്പ്ലേ മെത്തേഡ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊരു പബ്ലിസിറ്റിയാണ് നമ്മളുടെ ഷോപ്പിൻ്റെ ഡെക്കർ ചെയ്യുക, പ്രോപ്പറായുള്ള ഒരു ഇൻറ്റീരിയർ, ഒരു ഡെക്കോർ എന്ന് പറയുന്നത്, നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ വിഷ്വൽ മെർച്ചൻഡൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക കൺസ്യൂമേഴ്സുമായിട്ട്, ഹൗ ടു പെർsuade them to buy our goods and services through the sales promotion techniques. ഇതൊക്കെ ഈ ഒരു റീറ്റെയിലറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം അയാളുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസിനെ എങ്ങനെ സെയിൽസാക്കി കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അയാളുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട്. മറ്റൊന്നെന്താണ്, ഇൻഫർമേഷൻ എന്നുള്ളത്. സോ ഇൻഫർമേഷൻ ഫ്ലോ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ സപ്ലൈ ചെയിൻ ആസ് വി ഓൾ നോ. റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യണം, പുതിയ പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, പഴയ പ്രൊഡക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ദെൻ കൺസ്യൂമേഴ്സ് വരുമ്പോൾ അവർക്ക് പ്രോപ്പറായ രീതിയിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന റിക്വയർമെൻറ്റ്സിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളൊക്കെ സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ മാർക്കറ്റ് ഇൻഫർമേഷൻസ് കൺസ്യൂമേഴ്സിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ച് ഹോൾസെയിലേഴ്സിലേക്കും മാനുഫാക്ചേഴ്സിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻഫർമേഷൻ പാസിംഗ് എന്ന് പറയുന്നത് അതിപ്പോൾ അപ്പ് സ്ട്രീമിലേക്കാണെങ്കിലും ഡൗൺ സ്ട്രീമിലേക്കാണെങ്കിലും, അതായത് 2 സൈഡിലേക്കും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു റീറ്റെയിലറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്, അതായത് സപ്ലൈ ചെയിൻ പാർട്ട്നേഴ്സ്. സോ ഐ റിപ്പീറ്റ്, സപ്ലയർ തുടങ്ങി മാനുഫാക്ചററിലൂടെ ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ, ഇതാണ് സപ്ലൈ ചെയിനിൽ വരുന്ന പാർട്ട്നേഴ്സ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഇൻ്റർമീഡിയറീസ്, ഡീലേഴ്സ്, ബ്രോക്കേഴ്സ് ഒക്കെ വരും. അപ്പോൾ ഇവരെല്ലാവരും ഓരോ സിംഗിൾ ഓർഗനൈസേഷൻസ് ആവാം. സോ ഈ ഓർഗനൈസേഷൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്, അതായത് ആ ഒരു പ്രൊഡക്റ്റ് ഒരു സപ്ലയർ സപ്ലൈ ചെയ്യുന്നു, റോ മെറ്റീരിയൽ ഒരു സപ്ലയർ സപ്ലൈ ചെയ്യുന്നു, അത് കൺവേർട്ട് ചെയ്ത് ആവശ്യമായ പ്രൊഡക്റ്റാക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ആക്കി അത്
ഫൈനൽ കൺസ്യൂമറിലേക്ക് പല പ്രോസസ്സുകൾ വഴി എത്തിച്ചേർക്കുന്നു എൻഡ് കൺസ്യൂമറിലേക്ക് എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന ഒരു സമ്മറി എന്ന് പറയുന്നത്. സോ ഇതാണ് സപ്ലൈ ചെയിനിൽ നമ്മൾ ഇത്രയും നാളും പഠിച്ചത്. സോ ഇതിൽ ഈ പറയുന്ന പ്രൊക്യൂർമെൻ്റ് ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി കൺട്രോള്, ദെൻ അതേപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, പാക്കേജിങ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് എഫേർട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നതാണ് നമ്മളുടെ ഈ ഒരു സപ്ലൈ ചെയിൻ. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, സർവീസുകൾ, ഇതൊക്കെ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ആ ഒരു ഇനീഷ്യൽ ലൊക്കേഷനിൽ പോയിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അതിൻ്റെ പ്രൊഡക്ഷൻ സെൻറ്ററിൽ പോയിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ നമ്മളിലേക്ക് ഈ ഫൈനൽ പ്രൊഡക്റ്റും സർവീസും എത്തുന്നു, അതൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റിലാണ് നമ്മൾ പോകണമെങ്കിൽ ആ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ എങ്ങനെ അത് എത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ജേണിയാണ് നമ്മൾ ഈ ഒരു 5 ചാപ്റ്ററിലൂടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലൂടെ കണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇതോടുകൂടി സപ്ലൈ ചെയിൻ്റെ 5 പേപ്പറും കഴിഞ്ഞു. സോ താങ്ക് യു.